നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. സാമുദായിക പരിഗണനയിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വാർഡുകൾ വിഭജിച്ചതെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. ഹിന്ദു പഞ്ചായത്ത്, മുസ്ലിം പഞ്ചായത്ത് എന്നിങ്ങനെ സർക്കാർ വേർതിരിവുണ്ടാക്കിയതായി അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി ഡോക്ടർ തോമസ് ഐസക് ആരോപിച്ചു. അപാകതകൾ ഉണ്ടെങ്കിൽ പരിഹരിക്കാമെന്നും ദുസൂചന നൽകിയുള്ള പ്രതിപക്ഷ ആരോപണം കേരളത്തിൽ വിലപ്പോവില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജനസംഖ്യ, ഭൂവിസ്തൃതി, യാത്രാ സൗകര്യം എന്നീ പരിഗണനകൾ മാറ്റി സാമുദായിക പരിഗണന വെച്ചാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനം നടത്തിയതെന്ന് ഡോക്ടർ തോമസ് ഐസക് ആരോപിച്ചു. ഇതുവഴി ഹിന്ദു പഞ്ചായത്ത്, മുസ്ലിം പഞ്ചായത്ത് എന്നിങ്ങനെ വേർതിരിവുണ്ടാക്കി. മണ്ഡലങ്ങൾ, പഞ്ചായത്തുകൾ രൂപീകരിക്കുക, അതിന്റെ അടിസ്ഥാനത്തിൽ വർഗീയമായിട്ടുള്ള ചേരിതിരിവുണ്ടാക്കിയാണ് നിങ്ങൾ. നോട്ടീസിന് മറുപടി നൽകി പ്രതിപക്ഷ ആരോപണം മന്ത്രി എം കെ മുനീർ തള്ളി. അരുവിക്കര തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷം കാർഡ് മാറ്റി കളിക്കുകയാണ്. അരുവിക്കര തെരഞ്ഞെടുപ്പിനും ശേഷം നിങ്ങളുടെ കാർഡ് മാറ്റി കളിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എടുക്കുന്ന നിലപാടാണിതെങ്കിൽ നിങ്ങൾ തീക്കൊള്ളി കൊണ്ട് ചൊറിയുകയാണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഒരു മുന്നറിയിപ്പായി നൽകാൻ ആഗ്രഹിക്കുകയാണ്. ലീഗിനെ ഒറ്റപ്പെടുത്തി ഭൂരിപക്ഷ പ്രകടനം നടത്തുന്നത് CPM-നെ വിനാശത്തിലേക്ക് നയിക്കുമെന്ന് മന്ത്രി KC ജോസഫ് പറഞ്ഞു. നിങ്ങൾ ലീഗിനെ ഒറ്റപ്പെടുത്തി എന്തിനു വേണ്ടി? ഭൂരിപക്ഷ പ്രകടനം. ഈ സമീപനം CPM-നെ വിനാശകരമാകും. വാർഡ് വിഭജനം സംബന്ധിച്ച എല്ലാ പരാതികളും പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. അപാകതയുണ്ടെങ്കിൽ തിരുത്താം. എന്നാൽ വിഭജനത്തിന് മറ്റു രൂപം നൽകിയ ഐസക്കിന്റെ രീതി ശരിയായില്ല. കാനത്തിന് പിന്നാലെ ഐസക് എടുത്ത നിലപാടോടെ നിങ്ങളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലായി. ഈ പ്രചരണത്തിൽ കേരളം വീഴില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു കാര്യം മനസ്സിലായി, നിങ്ങൾ ഏത് വഴിക്കാണ് നീങ്ങുന്നത് എന്ന് മനസ്സിലായി. അത് ഈ കേരളത്തിൽ വേണോ? ലീഗ് മുരണ്ടാൽ പേടിക്കുന്ന മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി എന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ആരോപിച്ചു. ലീഗ് ഒന്ന് മുരണ്ടാൽ പേടിച്ചു പോകുന്നയാളാണല്ലോ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. G ശ്രീജിത്ത്, റിപ്പോർട്ടർ, തിരുവനന്തപുരം. കാനം രാജേന്ദ്രൻ്റെയും തോമസ് ഐസക്കിൻ്റെയും പ്രസ്താവനകളും നിലപാടുകളും ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് എന്ന ആരോപണം എത്രത്തോളം ശരിയാണ്? ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, മുസ്ലിം ലീഗ് നേതാവ് ശ്രീ KNA ഖാദർ MLA, CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ശ്രീ P പ്രസാദ് എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ പ്രസാദ്, ന്യൂനപക്ഷങ്ങൾ 52% ഉയർന്നാൽ എന്താണ് കുഴപ്പം? അതുപോലെ ഭൂരിപക്ഷ സമുദായം 48% താഴ്ന്നാൽ അതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച്, ഇടതുപക്ഷത്തെ സംബന്ധിച്ച് എന്താണ് പ്രശ്നം സൃഷ്ടിക്കുന്നത്? ന്യൂനപക്ഷ ഭൂരിപക്ഷ തർക്കത്തിൻ്റെ പ്രശ്നമല്ലാതെ നമ്മൾ സാമൂഹ്യമായ പ്രശ്നങ്ങൾ, യാഥാർത്ഥ്യങ്ങളെ കണ്ടേ മതിയാവൂ എന്നുള്ളത് കൊണ്ടാണ് കാനം രാജേന്ദ്രൻ അക്കാര്യം പറഞ്ഞത്. നമ്മുടെ നാട്ടിലെ ജനങ്ങൾ, സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നത്തെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തിപ്പിടിക്കുന്നത്. ഇവിടെ സാമൂഹ്യമായ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ആ യാഥാർത്ഥ്യങ്ങളെ അഡ്രസ്സ് ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഭൂരിപക്ഷത്തിലായാലും ന്യൂനപക്ഷത്തിലായാലും സാധാരണക്കാരൻ, പാവപ്പെട്ടവൻ, ദാരിദ്ര്യവും ദുഃഖവും അനുഭവിക്കുന്നവൻ, അവൻ എന്ത് ജാതി, അവൻ എന്ത് മതം, ഏതെങ്കിലും ഒരു മതത്തിൽ മാത്രമായി സാധാരണക്കാരനില്ല, ഏതെങ്കിലും ഒരു ജാതിയിൽ മാത്രമായി സാധാരണക്കാരൻ വരുന്നില്ല. അപ്പോൾ എല്ലാ വിഭാഗത്തിലും ഉണ്ട്. ആ എല്ലാ വിഭാഗങ്ങളിലും പെട്ട സാധാരണക്കാരന്റെയും പാവപ്പെട്ടവന്റെയും പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ. P പ്രസാദ്, അങ്ങനെ മനുഷ്യനെ മനുഷ്യനായി കാണുകയും അവന്റെ സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുകയും ചെയ്യുന്ന ഇടതുപക്ഷ പ്രസ്ഥാനം, ആ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ജനസംഖ്യയിൽ മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ അവർ കുറച്ച് ഉയർന്നു വന്നു, അവരുടെ എണ്ണം കുറച്ച് കൂടി. അതുപോലെ ഹിന്ദുക്കളുടെ എണ്ണം കുറച്ച് കുറഞ്ഞു. അതുപോലെ ന്യൂനപക്ഷങ്ങൾക്ക് കുറച്ച് കോളേജുകളോ സ്കൂളുകളോ നൽകി അവരുടെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ പരിഗണിച്ച്. അതാണോ കേരള രാഷ്ട്രീയം നേരിടുന്ന മുഖ്യ പ്രശ്നം? ഒരിക്കൽ VHP അതുപോലെ സംഘപരിവാർ അവർ മുമ്പുയർത്തി, ഇപ്പോഴുയർത്തുന്നു, ന്യൂനപക്ഷങ്ങൾ അനാവശ്യമായി പ്രീണിപ്പിക്കപ്പെടുന്നു. അതുപോലെ മുസ്ലിങ്ങളുടെ എണ്ണം കൂടുന്നു, ഹിന്ദുക്കളുടെ എണ്ണം കുറഞ്ഞു. അതുപോലെ ക്രിസ്ത്യാനികളുടെ എണ്ണം കൂടുന്നു, ഹിന്ദുക്കളുടെ എണ്ണം കുറഞ്ഞു. അങ്ങനെ പറഞ്ഞ് BJP ഉയർത്തിയ ഭീഷണി, പേടിപ്പിക്കൽ, ഭൂരിപക്ഷ സമുദായങ്ങളെ ഒരു ഭീഷണിയിലേക്ക് കൊണ്ടുവരൽ, അതെന്തിനാണ് ഇടതുപക്ഷം നടത്തുന്നത്, ഇടതുപക്ഷ നേതാക്കൾ നടത്തുന്നത്? അതെങ്ങനെ വർഗപരമായ ഒരു വിശകലനമായി മാറും?
ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്നുള്ളതെല്ലാം നമ്മുടെ നാടിൻ്റെ യാഥാർത്ഥ്യങ്ങളാണ്. വ്യത്യസ്തങ്ങളായ മതവിഭാഗങ്ങൾ, ഓരോ മതവിഭാഗങ്ങളിലും പെട്ടിട്ടുള്ള ആളുകളുടെ എണ്ണം, ഇതെല്ലാം സെൻസസുമായി ബന്ധപ്പെട്ട് ഈ കണക്കുകളെല്ലാം എടുക്കുന്നുണ്ട്. 2001 സെൻസസ് റിപ്പോർട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ആ കണക്കുകളൊന്നും നമ്മൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് കഥയില്ല. അപ്പോൾ അതൊക്കെ യാഥാർത്ഥ്യങ്ങളായി ഉള്ളതാണ്. നമ്മളെപ്പോലെ ഒരിടത്ത് ഒരു സാമൂഹികമായ അസംതൃപ്തികൾ ഉണ്ടാവാൻ പാടില്ല എന്നത് അതില്ലാതിരിക്കാൻ നോക്കേണ്ടത് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഉത്തമമായ കടമയാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രീ പ്രസാദ്, അതായത് നമ്മളെല്ലാവരും മലയാളികൾ, ഇവിടെ നമ്മളെല്ലാവരും ഉത്തരേന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായി ഇടകലർന്ന് താമസിക്കുന്നു. ഇവിടെ ചിലരുടെ എണ്ണം കൂടുമ്പോൾ അല്ലെങ്കിൽ മൊത്തത്തിൽ ജനസംഖ്യാ വർധന നടക്കുമ്പോൾ അതിൽ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ തുടങ്ങി വച്ച സെൻസസ് രീതികൾ, മുസ്ലിങ്ങളുടെ എണ്ണം, ക്രിസ്ത്യാനികളുടെ എണ്ണം, ഹിന്ദു ജാതി വിഭാഗങ്ങളുടെ എണ്ണം, അതിൻ്റെ ഭാഗമായി ജനസംഖ്യാ വർധനവിനെ ആകത്തുകയിൽ പറയാതെ ഒരു CPIയുടെ സംസ്ഥാന സെക്രട്ടറി ഇരുന്ന് പറയുകയാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ചേർന്ന് 52%, ഹിന്ദുക്കളുടെ എണ്ണം 48%. അതാണോ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയം? അത് ചർച്ച ചെയ്താൽ അതെന്ത് സാമൂഹ്യ യാഥാർത്ഥ്യത്തെയാണ് പ്രതിഫലിപ്പിക്കുക? നമ്മുടെ നാട്ടിൽ ഇതെല്ലാം സാമൂഹികമായ യാഥാർത്ഥ്യം തന്നെയാണ്. സാമൂഹികമായ ഒരു അസന്തുലിതാവസ്ഥയിലേക്ക് പലപ്പോഴും ഇതെല്ലാം എത്തിക്കും. ബോധപൂർവമായ ചില ചർച്ചകൾ നമ്മുടെ സമൂഹത്തിൽ നടന്നു വരുന്നുണ്ട്. വർഗീയത എങ്ങനെയാണ്, ഫാസിസം എങ്ങനെയാണ് ഇന്ത്യയിൽ കടന്നു വരാൻ ശ്രമിക്കുന്നത്? ഫാസിസം കടന്നു വരാൻ ശ്രമിക്കുന്നത് ഇവിടുത്തെ ഭൂരിപക്ഷ ജനവിഭാഗം അല്ലെങ്കിൽ ഹിന്ദു മതത്തിലെ വിഭാഗത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അതിനകത്തുകൂടിയാണ് ഫാസിസം അവരുടെ തേരോട്ടം നടത്താൻ നോക്കുന്നത്. അതിനെ പ്രതിരോധിക്കേണ്ട ഏറ്റവും ഉത്തരവാദിത്തമായ വളരെ ഗൗരവതരമായ കടമ ഏറ്റെടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഫാസിസത്തിന്റെ കടന്നുവരവിനെ ചെറുക്കേണ്ടി വരുമ്പോൾ ആ ചെറുക്കാൻ അവൻ എങ്ങനെ വരുന്നു, അവന്റെ വഴികൾ എന്തെല്ലാമാണ്, ആ വഴികൾ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് എന്ന് നോക്കുമ്പോഴാണ് ഈ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ കൂടി മനസ്സിലാക്കേണ്ടി വരുന്നത്. അവിടെ ഒരു വ്യക്തത ആവശ്യമുണ്ട്. ഒരു കാര്യം കൂടി, അതായത് മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും എണ്ണം കൂടുന്നു, ഹിന്ദുക്കളുടെ എണ്ണം കുറയുന്നു. ഇതാണല്ലോ BJPയും RSSും ഉയർത്തുന്ന പ്രധാനപ്പെട്ട വാദം കഴിഞ്ഞ കുറെ നാളുകളായിട്ട്. അത് അവർ ഉയർത്തുമ്പോൾ മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണമെന്നും മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ആരാധനാ കേന്ദ്രങ്ങൾ ഇന്ത്യയിലല്ല എന്നും എല്ലാം പറഞ്ഞുകൊണ്ട് ഒരു ഹിന്ദുത്വ രാഷ്ട്രീയം ഉയർത്താനാണ് അവർ ശ്രമിക്കുന്നത്. അവരെ തടഞ്ഞു നിർത്താൻ വേണ്ടി അതേ വാദങ്ങൾ ഉയർത്തുകയും അതേ ഹിന്ദുത്വ വിഭാഗങ്ങളെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്താൽ അത് കേരളത്തിൽ ഇപ്പോൾ BJPക്ക് കുറച്ചുകൂടി ശക്തിയോടുകൂടി വളരാൻ വഴിമരുന്നിട്ട് കൊടുക്കും എന്നല്ലാതെ അതിനെ ചെറുക്കാൻ എങ്ങനെയാണ് പ്രാപ്തമാക്കുക? ഇല്ല, BJPയുടെയും RSSന്റെയും വാക്കുകളല്ല ഞങ്ങൾ പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കൃത്യമായ രാഷ്ട്രീയം തന്നെയാണ്. BJPയുടെയും RSSന്റെയും വാദങ്ങൾ എന്തിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തിപ്പിടിക്കേണ്ടത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘപരിവാർ പറയുന്നു ആരാണ് ശത്രുക്കളെന്ന്. മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, കമ്മ്യൂണിസ്റ്റുകാർ ഗോൾവക്കർ വിചാരധാരയിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നു. 2015 5 എമ്മുകളാണ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്ന് പറഞ്ഞു. അതിലൊന്ന് കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചാണ്, മുസ്ലിങ്ങളെ കുറിച്ചാണ്, മിഷണറികളെ കുറിച്ചാണ്, മെക്കാളൈസത്തെ കുറിച്ചാണ്. ശ്രീ P. പ്രസാദ് പറയുന്നു കാനൻ രാജേന്ദ്രന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഡ്രസ് ചെയ്യേണ്ടി വരും. അതുപോലെ ഹിന്ദു വർഗീയതയുടെ വളർച്ച തടയേണ്ടി വരും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമുദായത്തിൻ്റെ എണ്ണം കൂടുന്നു, അതുപോലെ ക്രിസ്ത്യൻ സമുദായ അംഗങ്ങളുടെ എണ്ണം കൂടുന്നു എന്ന ആ യാഥാർത്ഥ്യം CPI പറയുമ്പോൾ, അതുപോലെ ഹിന്ദുക്കളുടെ എണ്ണം കുറയുന്നു എന്ന് CPI പറയുമ്പോൾ അത് BJPയുടെ വളർച്ച തടയാൻ വേണ്ടിയാണ് എന്ന വാദം, അതിനോട് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നുണ്ടോ? ശ്രീ പ്രകാശ്, ഇപ്പോൾ ഈ പ്രസാദ് എന്ന എൻ്റെ സ്നേഹിതൻ പറഞ്ഞ കാര്യവും കാനൻ രാജേന്ദ്രൻ പറഞ്ഞ കാര്യം രണ്ടാണ്. പ്രസാദ് CPIയുടെ ഒരു ആക്സെപ്റ്റഡ് പ്രോഗ്രാമും ഒരു പോളിസി അനുസരിച്ച് ചില കാര്യങ്ങൾ ആവർത്തിക്കുകയാണ്. പക്ഷേ ശ്രീ കാനം രാജേന്ദ്രൻ്റെ ഏറ്റവും അവസാനത്തെ പ്രസ്താവന നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് വാട്ട് വാസ് സെഡ് ബൈ പ്രസാദ്. അത് വളരെ വ്യത്യസ്തമാണ്. കാനം രാജേന്ദ്രൻ പറഞ്ഞ ഒരു പോയിന്റ് അതിർവരമ്പുകൾ അലിഞ്ഞില്ലാതാവുന്നു എന്നാണ്. ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ ഹിന്ദു വർഗീയവാദികളും ഇടതുപക്ഷവും തമ്മിലുള്ള അതിർവരമ്പുകൾ അലിഞ്ഞില്ലാതാവുന്നു. രണ്ടാമത്തെ പോയിന്റ്, മതേതരത്വം എന്ന് പറഞ്ഞാൽ അത് ന്യൂനപക്ഷങ്ങളുടെ, മുസ്ലിം ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ പ്രീണനമായി പോകുന്നു.
അതുകൊണ്ട് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്നു എന്ന തോന്നലില്ലാതാക്കണം. 2, അതിർവരമ്പുകൾ അലിഞ്ഞ് ഇല്ലാതാവുന്നത് എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കണം. തുടങ്ങിയ കാര്യങ്ങളാണ് സഖാവ് കാനം രാജേന്ദ്രൻ പറഞ്ഞത്. ഒരു പക്ഷേ ഞാൻ അവകാശപ്പെടുകയാണ്, കാനം രാജേന്ദ്രനെ എനിക്കറിയുന്ന അത്ര പോലും പ്രസാദിനെ അറിയുമെന്ന് എനിക്ക് സംശയമുണ്ട്. 1970കളിലെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിൽ ഞാൻ സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ സംസ്ഥാന സെക്രട്ടറി ആകുമ്പോൾ രാജേന്ദ്രൻ യൂത്ത് ഫെഡറേഷൻ്റെ സെക്രട്ടറി ആയിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ശരിയാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു പുതിയ സാഹചര്യത്തിൽ സഖാവ് രാജേന്ദ്രൻ ഉന്നയിക്കുന്ന വാദഗതികൾ അത്ഭുതകരവും ഇടതുപക്ഷത്തിൻ്റെ ചിന്താഗതികൾക്ക് വിരുദ്ധവും ഫാഷിസത്തെയും RSSനെയും പൊതുവെ ഹൈന്ദവതയെയും സംഘപരിവാറിനെയും പ്രീണിപ്പിക്കുവാൻ സഹായകരമായ ഒന്നുമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഈ സാഹചര്യത്തിലേക്ക് അവർ വരാനുള്ള ഒരു കാരണമായിട്ട് ഞാൻ ഊഹിക്കുന്നത്, ഞാൻ കരുതുന്നത്, മുസ്ലിം ന്യൂനപക്ഷവും ക്രൈസ്തവ ന്യൂനപക്ഷവും യാതൊരു കാരണവശാലും ഇടതുപക്ഷത്തെ അനുകൂലിക്കുവാനുള്ള സാധ്യത വളരെ വിരളമാണ്. ഒരു ചെറിയ വിഭാഗം അതിൽ നിന്ന് ന്യൂനപക്ഷത്തിലെ ഒരു ന്യൂനപക്ഷം സഹായിച്ചു എന്ന് വരാം. അപ്പോൾ പൊതുവെ അവർക്ക് തെരഞ്ഞെടുപ്പുകൾ ജയിക്കുവാൻ മതന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ലഭ്യമാവുകയില്ല എന്ന് ഉറപ്പായ സാഹചര്യത്തിൽ ഒരു മൃദു ഹിന്ദുത്വപരമായ സമീപനം സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് സഖാവ് രാജേന്ദ്രൻ അങ്ങനെ പറഞ്ഞത് എന്ന് കരുതേണ്ടി വരും. ബഹുമാനപ്പെട്ട സഖാവ് AB ബർദൻ എഴുതിയ ഒരു ലഘുലേഖയുണ്ട്, കുറച്ച് മുമ്പാണ്, കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അതിൽ ഒരു വർഗീയതയുടെ ആഗമനത്തെക്കുറിച്ചുള്ള മുൻവിധികളും ആശങ്കകളും ഒരു സൂക്ഷ്മ പരിശോധന എന്നോ മറ്റോ പേരിലുള്ള, ഐ ഡോണ്ട് റിമെമ്പർ എക്സാക്ട്ലി, ഒരു ലഘുലേഖയാണ്. ആ ലഘുലേഖയിൽ AB ബർദൻ പറഞ്ഞിട്ടുണ്ട്, ഈ മുസ്ലിം പ്രീണനം എന്ന ആരോപണം ഫാഷിസ്റ്റുകളുടെ ആരോപണമാണ്, അതിനെ നമ്മൾ ശക്തിപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലുള്ള അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള, കമ്മ്യൂണിസ്റ്റുകാർ തന്നെ ഈ കാലം വരെ സ്വീകരിച്ച നിലപാടുകൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു സമീപനമാണെന്ന് പറയേണ്ടി വരും. അത് അങ്ങനെ ഈ കാലം വരെ സ്വീകരിച്ചത് എന്ന് പറയുമ്പോൾ മുഴുവൻ ഹിസ്റ്ററിയിലും അങ്ങനെയാണെന്ന് കാണാൻ കഴിയില്ല. അവർ 1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം BJP അല്ലെങ്കിൽ അന്നത്തെ ജനസംഘത്തെ സഹായിച്ചിട്ടുണ്ട്, VP സിംഗിൻ്റെ ഗവൺമെൻറ്റിനെ സഹായിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ ഇന്ന് അത് പറഞ്ഞു, ഇങ്ങനെ സഹായിച്ചിട്ടില്ലേ ചോദിച്ചു. അപ്പോൾ സഖാവ് തോമസ് ഐസക് അതിന് മറുപടി പറഞ്ഞത് അത് കോൺഗ്രസിനെ എതിർക്കാൻ വേണ്ടി BJPയെ സഹായിച്ചതാണെന്ന്. BJPയെ സഹായിച്ചുകൊണ്ട് കോൺഗ്രസിനെ എതിർക്കുക, കോൺഗ്രസിനെ സഹായിച്ചുകൊണ്ട് BJP എതിർക്കുക. പക്ഷേ ഇടതുപക്ഷത്തിന് രക്ഷപ്പെടാനുള്ള പഴുതുകളൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യം സംജാതമായിരിക്കുകയാണ്. ആ നിർഭാഗ്യകരമായ അവസ്ഥയെ മറികടക്കാൻ വേണ്ടിയാണ് ഈ അവരുടെ ഇന്നേ വരെയുള്ള എല്ലാ പ്രമേയങ്ങൾക്കും വിരുദ്ധമാണ്, ഒരിക്കലും ഇടതുപക്ഷം സ്വീകരിക്കാൻ പാടില്ലാത്തതും സംഘപരിവാറിനെ ശക്തിപ്പെടുത്തുന്നതുമായിട്ടുള്ളൊരു നിലപാടാണ് നിർഭാഗ്യവശാൽ എൻ്റെ സ്നേഹിതൻ കാനം രാജേന്ദ്രൻ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് പറയേണ്ടി വരും. തോമസ് ഐസക്കിന്റെ കാര്യം സാമുദായിക നിലപാട്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഇതാണ് ശ്രീ KNA ഖാദർ MLA പറയുന്നത്. അദ്ദേഹം നേരത്തെ മുസ്ലിം ലീഗിലേക്ക് വരുന്നതിന് മുമ്പ് CPIയിൽ പ്രവർത്തിച്ചിരുന്നു, ഇടതുപക്ഷ രാഷ്ട്രീയം അറിയാവുന്ന ഒരു മുസ്ലിം ലീഗ് നേതാവാണ് അദ്ദേഹം. അപ്പോൾ അത് അദ്ദേഹം പറയുമ്പോൾ ഇന്നിപ്പോൾ എന്താണ് നിയമസഭയിൽ നടന്നത്? ഹിന്ദു പഞ്ചായത്ത് മുസ്ലിം പഞ്ചായത്ത് എന്ന നിലയിൽ വിഭജിക്കപ്പെടുന്നു എന്ന് തോമസ് ഐസക് പറയുന്നു. തോമസ് ഐസക് പറയുന്നതിനെയും അതുപോലെ തന്നെ കാനം രാജേന്ദ്രൻ റിപ്പോർട്ടറിൻ്റെ ക്ലോസ് എൻകൗണ്ടറിൽ പറഞ്ഞ കാര്യവും കൂട്ടിച്ചേർത്തുകൊണ്ട് ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അവരെ പ്രീണിപ്പിക്കുന്ന സമീപനമാണ് ഇടതുപക്ഷം സ്വീകരിക്കുന്നത് എന്ന് KC ജോസഫ് പറയുന്നു. മുഖ്യമന്ത്രി കൃത്യമായ ആ ദുസൂചന എന്ന് പറഞ്ഞത് ചൂണ്ടിക്കാണിക്കുന്നു. ഇവിടെ ന്യൂനപക്ഷങ്ങളെ അകറ്റിവിടാനും ഒപ്പം ഭൂരിപക്ഷങ്ങളെ കൃത്യമായി നിങ്ങൾ BJP പറഞ്ഞ നിലപാടാണ് കുറച്ചുകൂടി ശരി, ആ നിലപാട് ഞങ്ങൾ ഇപ്പോൾ ആവർത്തിക്കുന്നു എന്ന് പറഞ്ഞ് അവരെ BJPയിലേക്കും തള്ളി നീക്കാൻ, അപ്പോൾ ഒരു ഭാഗം ന്യൂനപക്ഷങ്ങളെയും അകറ്റുക, ഒപ്പം ഭൂരിപക്ഷ സമുദായാംഗങ്ങളെയും അകറ്റുക. തെറ്റായി പോയോ ഈ മതപരമായ നിലപാടുകൾ എടുത്തുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രതിസന്ധി മറികടക്കാനുള്ള നീക്കം? ഇവിടെ ഈ മതേതരത്വം എന്ന ഇന്ത്യൻ ഭരണഘടന, സെക്യുലറിസം നൽകുന്ന സംഭാവന, അതാണ് ഇന്ത്യ ഇന്നത്തെ നിലയിൽ നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാന ശില. ആ മതേതരത്വം എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ പ്രീണനമെന്ന് അല്ല അർത്ഥം. ന്യൂനപക്ഷങ്ങൾക്കെതിരായി വരുന്ന ആക്രമണങ്ങളെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ചേർത്തിട്ടുണ്ട്. ഭൂരിപക്ഷ വർഗീയയും ഭൂരിപക്ഷ ഫാസിസം, വർഗീയ ഫാസിസം നടപ്പാക്കുന്നതിനെതിരായി. അവിടെ ഇപ്പോൾ അങ്ങനെ ഒരു ആക്രമണം വരുന്ന അവസരത്തിൽ അതിനെ എതിർക്കുന്നതിൽ പ്രതിഷേധിക്കുന്നതിൽ ഇടതുപക്ഷം നിൽക്കുമ്പോൾ മുസ്ലിങ്ങളുടെ ന്യൂനപക്ഷങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുക എന്ന് പറയുന്ന പാർട്ടികൾ, സംഘടനകൾ എവിടെയാണ് നിന്നതെന്ന് നമുക്കറിയാം.
ആ ന്യൂനപക്ഷങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്ന സംഘടനകളെന്ന് പറയുന്നത് ന്യൂനപക്ഷത്തിൽ വരുന്ന മഹാഭൂരിപക്ഷത്തിൽ വരുന്ന പാവപ്പെട്ടവരുടെ താല്പര്യമല്ല, ധനികവർഗ താല്പര്യമാണ്. ഹിന്ദു വർഗീയതയുടെയും ഹിന്ദുത്വവും പറഞ്ഞു നടക്കുന്ന ആൾക്കാരുടെയും താല്പര്യം ഹിന്ദുക്കളുള്ള മഹാഭൂരിപക്ഷത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കലല്ല. അവർ പീഡിപ്പിക്കപ്പെടുന്നവരാണ്, ദരിദ്രവാസികളാണ്, പണിയില്ലാത്തവരാണ്, പട്ടിണി കിടക്കുന്നവരാണ്, കാർഷിക ജനവിഭാഗമാണ്. അതിലുള്ള ധനികവർഗ താല്പര്യമാണ് ഹിന്ദു വർഗീയതയും അതുപോലെ ന്യൂനപക്ഷ വർഗീയതയും സംരക്ഷിക്കുന്നത്, മതമേധാവികൾ സംരക്ഷിക്കുന്നത്. ഇവിടെ ബാബർ മസ്ജിദ് തകർത്തപ്പോൾ അതിനെ എതിർക്കാനുള്ളത് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. തലശ്ശേരിയിലെ പള്ളി പൊളിച്ചപ്പോൾ അതിനെതിരെ ചോര നൽകി ജീവൻ നൽകിയത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. അന്ന് ഭരിക്കുന്നത് കോൺഗ്രസും മുസ്ലിം ലീഗും ഒരുമിച്ച് നിന്നാണ് ഭരിക്കുന്ന അവസരത്തിലാണ് തലശ്ശേരിയിലെ പള്ളി പൊളിച്ചിട്ടുള്ളത്. ഇവിടെ കാണേണ്ട ഒരു വസ്തുതയുണ്ട്. ഏറ്റവും വലിയ വസ്തുനിഷ്ഠ സാഹചര്യം പരിശോധിച്ചാൽ 2 ദിവസത്തിന് മുമ്പാണ് സിംഗാട് പറഞ്ഞത് 2020 ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാകും. 2030 സായിബാബ ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് പോലും, 30 ലോകം മുഴുവൻ ഹിന്ദുത്വ ആശയഗതിയുള്ളതായി മാറിത്തീരും. അങ്ങനെ വർഗീയ ഫാസിസ്റ്റുകൾ ഉറഞ്ഞു തുള്ളുന്നതിന് ശക്തി പ്രാപിക്കുന്ന ഒരു അവസരത്തിൽ ആ വർഗീയ ഫാസിസത്തിനെതിരായി മതേതരത്വത്തിൻ്റെ കൊടി ഉയർത്തിപ്പിടിക്കുന്നതിന് പകരം അതിൽ ന്യൂനപക്ഷത്തിനും ഭൂരിപക്ഷത്തിനുമുള്ള അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളാകെ അവരാണ് ഭൂരിപക്ഷം. ഈ സാമുദായിക മതമേധാവികളല്ല ഭൂരിപക്ഷം. സാമുദായിക മതമേധാവികൾ ആ സമുദായങ്ങളെയും മതവിഭാഗത്തെയും ചൂഷണം ചെയ്യുകയാണ്. അവരുടെ പേര് പറഞ്ഞുകൊണ്ട്, എണ്ണം പറഞ്ഞുകൊണ്ട് ഇവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കലാണ്. അതാണ് സാമുദായിക മതമേധാവികൾ ചെയ്യുന്നത്. ഞങ്ങൾ മതത്തെ എതിർക്കുന്നില്ല. സമുദായ സംഘടനകളുടെ പ്രവർത്തനങ്ങളും മതസംഘടനകളുടെ പ്രവർത്തനങ്ങളും ഈ വസ്തുനിഷ്ഠ സാഹചര്യം മനസ്സിലാക്കുന്നില്ല. ഇവിടെ നിങ്ങൾ നോക്കൂ, രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ 49% 1% ആളുകളുടെ കയ്യിലാണ്. 51% ആളുകളുടെ കയ്യിലുള്ളത് വെറും 90% ആളുടെ കയ്യിലുള്ളത് വെറും 51%. സമ്പത്ത് ഒരു വശത്ത് കേന്ദ്രീകരിക്കുകയാണ്. മലപ്പുറം ജില്ല തന്നെ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, താങ്കൾ പറയുന്ന വർഗ നിലപാട് മാർക്സിസത്തിന്റെ വീക്ഷണത്തിൽ 100% ശരിയായിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ അശോക് സിംഗാൾ ഇന്ത്യയിൽ 1920 മുസ്ലിങ്ങൾ ഏതവസ്ഥയിൽ എത്തുമെന്ന് പറഞ്ഞെങ്കിൽ മുഖ്യമന്ത്രിയായിരിക്കെ അന്ന് പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായിരുന്ന VS അച്യുതാനന്ദനാണ് പറഞ്ഞത് 2020 കേരളത്തിൽ മുസ്ലിങ്ങൾ വലിയ ശക്തിയായി മാറും, ഈ അപകടം കരുതണമെന്ന്. എന്തുകൊണ്ട് VS അച്യുതാനന്ദനെ പോലുള്ള ഒരാൾക്ക് 1920 കേരളം മുസ്ലിം സംസ്ഥാനമാകും എന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നുകൊണ്ട് പറയേണ്ടി വന്നു? അവിടെ ഈ താങ്കൾ പറഞ്ഞ വർഗ നിലപാട് എവിടെ പോയി? അപ്പോൾ ഒരു ഭാഗത്ത് കാനം രാജേന്ദ്രൻ പറയുന്നത്, മറുഭാഗത്ത് മുഖ്യമന്ത്രിയായിരിക്കെ VS അച്യുതാനന്ദൻ പറഞ്ഞത്, ഇതെല്ലാം ശരിവയ്ക്കപ്പെടുന്നു. എന്തുകൊണ്ട് ഈ വ്യതിചലനം? ഇപ്പോഴും ഒരു കാര്യം പ്രകാശം മനസ്സിലാക്കണം. ഇന്ത്യയുടെ ജനസംഖ്യയിൽ 7 1 മുസൽമാനാണ്. 7 1 മുസൽമാനാണ്. അവരാണ് ന്യൂനപക്ഷം തന്നെയാണ്, ഭൂരിപക്ഷമല്ല. ആ 7 1 മുസൽമാനുള്ളവരെ ഇന്ത്യ രാജ്യം തൂത്തെറിഞ്ഞുകൊണ്ട് ഇന്ത്യയെ നിലനിർത്താൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? VS അച്യുതാനന്ദൻ അന്ന് പറഞ്ഞതും മുസ്ലിങ്ങൾ ശക്തിപ്പെട്ട് വരുമെന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം ഹിന്ദുക്കൾക്കെതിരായിട്ടില്ല. ഇവിടെ ഹിന്ദു വർഗീയതയും മുസ്ലിം ന്യൂനപക്ഷ വർഗീയതയും രണ്ടും ആപത്താണ്. മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെ ഹിന്ദു വർഗീയതയെ നേരിടാൻ അവരും വർഗീയ ഫാസിസ്റ്റ് നടപടികൾ, തീവ്രവാദ പ്രവർത്തനങ്ങൾ, മുസ്ലിം ഭൂരിപക്ഷ വർഗീയതയെ ന്യൂനപക്ഷ വർഗീയത കൊണ്ട് നേരിടാനാവില്ല. ന്യൂനപക്ഷ വർഗീയതയെ ഇല്ലായ്മ ചെയ്യാൻ ഭൂരിപക്ഷ വർഗീയത വളരെ വ്യക്തമായ ശരിയായ രാഷ്ട്രീയ നിലപാടാണ്. ഇടതുപക്ഷം അതിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടോ എന്നാണ് സംശയം. മുൻ സെൻസസ് കമ്മീഷണർ ശ്രീ M വിജയനുണ്ണി, താങ്കൾ ഇത് ആഴത്തിൽ പഠിച്ചയാളാണല്ലോ. കേരളത്തിൽ ഇപ്പോൾ ഒരു ഭാഗത്ത് 2020 മുസ്ലിങ്ങൾ ഭൂരിപക്ഷം വലിയ രീതിയിൽ ഭൂരിപക്ഷമാകുമെന്ന് മുഖ്യമന്ത്രിയായിരിക്കെ VS അച്യുതാനന്ദൻ പറയുന്നു. മറുഭാഗത്ത് ഇപ്പോൾ കാനം രാജേന്ദ്രൻ 2011 സെൻസസ് റിപ്പോർട്ട് അനുസരിച്ച് മുസ്ലിം ക്രിസ്ത്യൻ ജനസംഖ്യ അത് 52%, 56% 2001 സെൻസസ് അനുസരിച്ചുണ്ടായിരുന്ന ഹിന്ദു ജനവിഭാഗം അത് 48% എന്ന കണക്കുമായി വരുന്നു. ഇവിടെ ആ അർത്ഥത്തിൽ സെൻസസ് റിപ്പോർട്ടുകൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ മാറ്റങ്ങൾ ജനസംഖ്യ വർധനവിൻ്റെയും ഇടിവിൻ്റെയും കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ കണക്കുകൾ സ്വയം സംസാരിക്കുന്നവയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴെങ്കിലും കുറേശ്ശെ കണക്കുകൾ പുറത്തു വരുന്നുണ്ട്. രാഷ്ട്രീയ നേതാക്കളും മറ്റ് ജനനേതാക്കളുമെല്ലാം
കണക്കുകൾ അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളത് കാണുന്നത് കുറെ കൂടി യാഥാർത്ഥ്യബോധമുള്ളൊരു സമീപനമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കക്ഷി രാഷ്ട്രീയമില്ല. ഞാനൊരു കക്ഷിക്കും എൻ്റെ സ്വാതന്ത്ര്യം അടിയറ വെച്ചിട്ടില്ലാത്തതുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, പക്ഷേ എനിക്ക് രാഷ്ട്രീയമുണ്ട്. കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല എൻ്റെ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ വിലയിരുത്തലുകളോ ഉണ്ടാവുക എന്നുള്ളത് ആദ്യമേ പറയട്ടെ. കണക്കുകൾ വളരെ വ്യക്തമാണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ 1911 സ്ഥിതി എടുത്ത് നോക്കിയാൽ, അതായത് 100 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അന്ന് 14% ന്യൂനപക്ഷങ്ങളുടെ കണക്ക്. ഹിന്ദുക്കൾ 66%. അതാണിപ്പോൾ 100 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഹിന്ദുക്കളുടെ ടോട്ടൽ പകുതിയിൽ നിന്ന് താഴെയായി കഴിഞ്ഞു എന്നാണ് ആരോ പറഞ്ഞ കണക്ക്. എനിക്കതിന് ആ കണക്കുകൾ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ കണക്ക്. അപ്പോൾ ഇത് വാസ്തവത്തിൽ ഈ തരത്തിലുള്ള യാഥാർത്ഥ്യം, നമ്മുടെ കൺമുന്നിലുള്ള യാഥാർത്ഥ്യം ഇതേവരെ ഈ നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം ഇത് അവഗണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, കണ്ണടച്ച് അവഗണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴും വാസ്തവത്തിൽ അവർ വളരെ താമസിച്ചിട്ടാണെങ്കിലും ഈ യാഥാർത്ഥ്യത്തെ കുറേശ്ശെ ഉൾക്കൊള്ളാനും അത് മനസ്സിലാക്കാനും ജനസാമാന്യത്തിനിടയിൽ ഇതിനുള്ള ഇഫക്റ്റ് എന്താണെന്നുള്ളത് കുറേശ്ശെങ്കിലും മനസ്സിലാക്കാനും ശ്രമിക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ ഈ പല പ്രസ്ഥാനങ്ങളിൽ കൂടിയും മനസ്സിലാവുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ വളരെ വാസ്തവമാണ്, അതിൽ യാതൊരു തെറ്റുമില്ല. അതിൽ ഇപ്പോൾ തൊഗാഡിയോ അല്ലെങ്കിൽ സിംഗളോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് ഇതെല്ലാം തെറ്റാവുന്നു എന്ന് നമുക്ക് സമർത്ഥിക്കാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ മറുവശത്തുള്ള കാര്യങ്ങളും അതുപോലെ തന്നെയാണ്. ഇപ്പോൾ മതേതരത്വം എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾക്ക്, എനിക്ക് തന്നെ അറിയാം, പണ്ട് ഞാൻ പിന്നെ ജോലി ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് ഒരു മന്ത്രി റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിയായിരുന്നു, ഒരു ക്രിസ്ത്യൻ മന്ത്രിയുമായിരുന്നു. ആ മന്ത്രി ഞാൻ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന എന്നോട് പറഞ്ഞത് ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്, ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് ചില പ്രത്യേക അവകാശങ്ങളൊക്കെ ഉണ്ട് എന്ന് എനിക്ക് പറഞ്ഞു തരികയായിരുന്നു ആ മന്ത്രി. ഇടതുപക്ഷ പ്രസ്ഥാനത്തിലുള്ള മന്ത്രി തന്നെയാണ്, ഒരു സീനിയർ ഉദ്യോഗസ്ഥനാണ് ഈ പറയുന്നത്. അത് എപ്പോഴാണ്? 40 കൊല്ലം മുമ്പാണ്. അപ്പോൾ അന്ന് തന്നെ ഈ തരത്തിലുള്ളായിരുന്നു ചിന്താഗതി എന്നർത്ഥം. ഈ തരത്തിലാണ് കേരളത്തിൽ പ്രത്യേകിച്ചും. അപ്പോൾ ഇവിടെ തന്നെ ഇങ്ങനെയാണെങ്കിൽ ശ്രീ വിജയനുണ്ണി, മുസ്ലിം സമുദായം കേരളത്തിൽ ഒരു ഘട്ടത്തിൽ വിദ്യാഭ്യാസ നിലവാരത്തിൽ വളരെ താഴെയായിരുന്നു. അവരുടെ ആരോഗ്യ പരിരക്ഷാ രീതികൾ അത് താഴെയായിരുന്നു. അവരുടെ വരുമാനം വളരെ കുറവായിരുന്നു. പക്ഷേ ഹിന്ദു സമൂഹത്തിന് കൃത്യമായ വിദ്യാഭ്യാസം, ഉദ്യോഗം, ശാസ്ത്രീയമായ അറിവുകൾ, ആരോഗ്യ അവസ്ഥയെക്കുറിച്ചുള്ള അറിവുകൾ, അവർ സർക്കാർ നടപ്പാക്കിയ കുടുംബാസൂത്രണം ഉൾപ്പെടെയുള്ള പരിപാടികൾ അവരുടെ തന്നെ ആരോഗ്യത്തിൻ്റെ കരുതലോടുകൂടി സ്വീകരിക്കുകയും അതിൻ്റെ ഭാഗമായി അവർ കുട്ടികളുടെ എണ്ണം, സ്ത്രീകളുടെ ആരോഗ്യം ഇതെല്ലാം കരുതിക്കൊണ്ട് കുട്ടികളുടെ എണ്ണം 2 അല്ലെങ്കിൽ 1 എന്ന നിലയിൽ ചുരുക്കി. മറിച്ച് വിശ്വാസത്തിൻ്റെ ആയിക്കൊള്ളട്ടെ, അതല്ലെങ്കിൽ അവരുടെ അറിവില്ലായ്മയുടെ ആയിക്കൊള്ളട്ടെ, ചില വിഭാഗങ്ങൾ അവരുടെ കുട്ടികൾ അവർക്ക് ആവശ്യം പോലെ അവർ ഇതിനെ നമ്മൾ മതപരമായ തെറ്റും ശരിയുടെയും ഒരു കള്ളിയിലേക്ക് ഒതുക്കുന്നത് ശരിയാണോ? പ്രകാശ്, ഇതിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്, ഇപ്പോൾ നിങ്ങളിപ്പോൾ പറഞ്ഞതുപോലെ ഹിന്ദുക്കൾ എന്ന് പറയുമ്പോൾ അതിൽ എല്ലാവരും ഈ തരത്തിലുള്ള ഉയർന്ന വിദ്യാഭ്യാസം സിദ്ധിച്ചവരോ ഉയർന്ന സാമ്പത്തിക നില കൈവരിച്ചവരോ എല്ലാവരും കുടുംബാസൂത്രണം നടപ്പിലാക്കുന്നവരോ ഈ പറഞ്ഞിരിക്കുന്ന ഈ എല്ലാ ക്രൈറ്റീരിയയും പാലിക്കുന്ന ആളുകളാണ് ഹിന്ദു എന്ന് പറഞ്ഞാൽ വളരെ അത് ഹിന്ദുക്കളെന്ന് പറഞ്ഞാൽ വളരെ പല സമുദായങ്ങളുണ്ട്. ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബ്സും അടക്കമുള്ളവർ ഹിന്ദുക്കളിൽപ്പെട്ടവർ തന്നെയാണ്. അതിൽ തന്നെ ഏറ്റവും ഉയർന്നവർ മുതൽ ഏറ്റവും താഴേക്കിടയിലുള്ള ജനങ്ങളുണ്ട്. അതുകൊണ്ട് ഹിന്ദു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അമോർഫസ് മാസിനെ എടുത്തിട്ട് അവരെല്ലാം പിന്നെ ഈ പറഞ്ഞ തരത്തിലുള്ള എൻലൈറ്റൻഡ് ആയിട്ടുള്ളവരാണെന്നും അതുകൊണ്ട് അവർ കുടുംബാസൂത്രണം പാലിച്ചു എന്നും അവരുടെ കുടുംബങ്ങളിലെ കുട്ടികളുടെ എണ്ണം കുറഞ്ഞുവെന്നും അതുകൊണ്ടാണ് ഇതൊന്നും പറയുന്നത് ശരിയല്ല. അത് വളരെ ജനറലൈസ് ചെയ്തിട്ടുള്ള വളരെ തെറ്റായിട്ടുള്ള ഒരു കൺക്ലൂഷൻസിലേക്കാണ് നമ്മൾ എത്തിക്കുക. മറിച്ച് നമ്മളത് മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ ആകമാനമുള്ള സ്ഥിതി എടുത്തു കഴിഞ്ഞാൽ എല്ലാ മതങ്ങളിലും എല്ലാ സാമ്പത്തിക നിലകളിലും പെട്ട ആളുകളുണ്ട്. നമ്മളെ അതിനെ ജനറലൈസ് ചെയ്തുകൊണ്ട് അവരെ പറ്റി ഒരു വിഭാഗത്തിനെ പറ്റിയും തന്നെ പറയാം. ഒരുപക്ഷെ ജൈനന്മാരൊഴിച്ച് ജൈന മതക്കാരൊഴിച്ചാൽ അതിൽ വളരെയധികം മെജോറിറ്റിയും സാമ്പത്തികമായിട്ട് ഉന്നത സ്ഥിതിയിലുള്ളവരാണെന്ന് പറയാം. അത് പക്ഷേ വളരെ ചെറിയ മൈനോറിറ്റിയാണ്, 1% താഴെ മാത്രമേ ഇന്ത്യയിലുള്ളൂ. ബാക്കി വലിയ മതങ്ങളിലുള്ളവരെല്ലാം എല്ലാ തരത്തിലുമുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് അത് ഒരു പോയിന്റ്.
രണ്ടാമത്തെ പോയിന്റ്, ഈ ഹിന്ദുക്കളുടെ എണ്ണം കുറയുന്നുവെന്നോ ഇത് മാത്രം കുടുംബാസൂത്രണം നടപ്പിലാക്കുന്നു എന്ന് മാത്രമല്ല, ഇത് വളർച്ചാ നിരക്കിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിം വളർച്ചാ നിരക്ക് വളരെ കൂടുതലാണ്. ഏകദേശം ഇരട്ടിയാണ് ഓൾ ഇന്ത്യ ഇതിൽ. കേരളത്തിലും അതുപോലെ തന്നെയായിരുന്നു 71-ലും 81-ലും 91-ലും. ഈ കഴിഞ്ഞ സെൻസസിലെ കണക്കുകൾ മാത്രമാണ് കുറച്ച് കുറഞ്ഞതെന്നർത്ഥം. അപ്പോൾ ഈ എണ്ണം വർദ്ധിക്കുന്നത് ഈ ഇത്തരത്തിലുള്ള ഡെലിബറേറ്റ് ആയിട്ടുള്ള, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഈ നാട്ടിൽ തന്നെയാണ് ജീവിക്കുന്നത്. മതനേതാക്കന്മാരും പ്രത്യേകിച്ചും മതങ്ങളുടെ സെക്കുലറായിട്ടുള്ള നേതാക്കന്മാരെ പറ്റിയല്ല ഞാൻ പറയുന്നത്, രാഷ്ട്രീയ നേതാക്കന്മാരെ പറ്റിയല്ല. മതനേതാക്കന്മാർ തന്നെ അവരുടെ അനുയായികൾക്ക് കൊടുക്കുന്ന ഉപദേശം എന്താണെന്ന് നമുക്കറിയാം. മുൻ സെൻസസ് കമ്മീഷണർ എം വിജയൻ ഉണ്ണി ഇത് വിശകലനം ചെയ്യുമ്പോൾ അത് കാനൻ രാജേന്ദ്രന്റെ നിലപാടിനെയും VS അച്യുതാനന്ദനെടുത്ത 2020 മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാകും എന്ന നിലപാടിനെയും ശരിവെക്കുന്നതാണ്. വളരെ നന്ദി മുൻ സെൻസസ് കമ്മീഷണർ ശ്രീ എം വിജയൻ ഉണ്ണി, ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ശ്രീ KNA ഖാദർ MLA, CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ശ്രീ P പ്രസാദ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.